ഹായ് കൂട്ടുകാരെ, കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൽ ഇടുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ എക്സിബിഷന് പോയതൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ MLS എന്ന പേരിൽ സാരി വിൽക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ. ഞാനും അച്ചുവും കൂടെ, എലിസബത്തും മറിയയും കൂടെ ചേർത്തിട്ടാണ് MLS എന്നുള്ള പേര്. അത് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചതായിരുന്നേ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതേ പേരിൽ കുറേ പേര് കാണും കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ശരിക്കും ഇത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് എൻ്റെ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പണ്ട് സാരി വിൽക്കുമ്പോഴൊന്നും നമുക്ക് എത്ര ലാഭം എടുക്കണം അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നേ. ബിസിനസ്സിൻ്റെ യാതൊരു കാര്യവും എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റയിലൊരു ആഡ് കാണുകയും ഒരു കോഴ്സ്, ബിസിനസ്സിൻ്റെ ഒരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തത്. ഒരുപാട് പേര് ഇൻസ്റ്റയിൽ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുണ്ട് കേട്ടോ. കളിപ്പീരൊന്നുമല്ല, ഏത് ഇതാണെങ്കിലും അറ്റൻഡ് ചെയ്യുക കേട്ടോ, ആവശ്യമുള്ളവർ. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെയൊരു സാരി ബ്രാൻഡ് കൊണ്ടുവന്നത്. സാരി ബ്രാൻഡിൻ്റെ പേര് ഡൂയി ഡ്രേപ്സ് എന്നാണ്. അതും ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച പേരാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ ലോഗോ എല്ലാം ഒരുപാട് സെർച്ച് ചെയ്തൊക്കെ കിട്ടിയതാണ് കേട്ടോ. എന്തായാലും ഞാൻ പ്രോഡക്ട്സ് ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുത്തി കേട്ടോ. അതും ആദ്യത്തെ പ്രാവശ്യം വാങ്ങിക്കുന്നതുകൊണ്ടായിരിക്കാം അവരൊക്കെ 1000-ന് മുകളിലാണ് അവരുടെ തന്നെ പ്രൈസ് കേട്ടോ ഒരു സാരിക്ക്. അപ്പം നമുക്കത് ഇച്ചിരി ലാഭം കിട്ടുന്ന പോലെ വരുന്നുള്ളേ. ചിലവരാണെങ്കിൽ കുറഞ്ഞ ക്വാളിറ്റി അയച്ചവരുണ്ട്. ചിലവരാണെങ്കിൽ സാരിക്ക് പകരം ഒരു ഉടുപ്പ് അയച്ചു തന്നവരുണ്ട്. അങ്ങനെ പറ്റിക്കപ്പെടുന്നതെല്ലാം നമ്മൾ ഇതിൽ സഹജമാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ നേരിട്ട് പോയി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനിയുള്ളൊരു ഓപ്ഷൻ. എന്തായാലും ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ. അപ്പം ഇതിൻ്റെയൊക്കെ പുറകിലാവുമ്പോഴേ നമുക്ക് ഭയങ്കര ടെൻഷൻ എന്നല്ല, ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലെങ്കിലും ഒരുപാട് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയക്കുറവും ഫുൾ ടൈം ഇതിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ സ്റ്റോക്കെല്ലാം വെക്കണം, അതിൻ്റെ പ്രൈസ് എഴുതണം, അത് ടാഗ് അടിക്കാൻ കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരെ ഞാൻ മറന്നുപോയത് കേട്ടോ. ഈ ഇടയ്ക്ക് എനിക്ക് എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നുള്ളൊരു ചോദ്യം പലയിടത്തുനിന്നും വന്നപ്പോഴാണ് ഞാൻ നിങ്ങളെ ഓർത്തത്. ക്ഷമിക്കുക. ഞാൻ വനിതാ മാക്സ് എക്സിബിഷന് പോയപ്പോഴത്തേക്ക് ഒരുപാട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. എലിസബത്ത് അല്ലേ എന്ന് വന്ന് ചോദിക്കുമ്പം ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. സാധാരണ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴുണ്ടല്ലോ, ഞാൻ ഈ ഇഴച്ചൊക്കെ സംസാരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം നല്ല സ്മാർട്ട് ആക്റ്റീവായിട്ട് പുതിയ പുതിയ സ്ഥലത്തൊക്കെ പോയി. എനിക്കാണെങ്കിൽ വീട് വിട്ട് പോകാനും പറ്റുന്നില്ല. പ്രത്യേകിച്ച് അച്ചു പഠിക്കാൻ പോയ പിന്നെ ഞാൻ തനിയാണ് എല്ലാം ചെയ്യുന്നത്. മറ്റേ അവൾ 3/4 ഭാഗവും അവൾ ചെയ്യും. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം വീട്ടിൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ തിരക്കിലായിപ്പോയി. പക്ഷേ ഞാൻ കണ്ടത് അവരെല്ലാം ഇഷ്ടപ്പെട്ടാണ് വന്ന് എന്നോട് സംസാരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എൻ്റെ കൂട്ടുകാർ ഈ കാണുന്നതെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നവരാണ്, എന്നെ ഇരുന്ന് കാണുന്നവരെന്നുള്ളൊരു ചിന്ത വന്നു കേട്ടോ. എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാം കേട്ടോ. കൂടുതലും ഞാൻ ഓരോ ദിവസവും സാരിയുടെ ഇതെല്ലാം വീഡിയോസൊക്കെ എടുക്കണം, എഡിറ്റ് ചെയ്യണം, എല്ലാം ഇപ്പം ഞാൻ തന്നെ ആയതുകൊണ്ട് എല്ലാം അങ്ങനെ കുറച്ച് ബിസിയാണ് കേട്ടോ. പിന്നെ അച്ഛന് പോലെ ഇപ്പം അച്ഛനാണ് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്നെ കാണണമെങ്കിൽ ഡൂയി ഡ്രേപ്സിൽ വരണം. പിന്നെ മേളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പുതിയ പുതിയ സാരീസ് വരുമ്പം ഇപ്പം ചേർച്ച് വെയർ ആയിട്ടാണ് ഞാൻ ആദ്യം ഇത് വിചാരിച്ചത്. പലരും ചോദിച്ചു എന്തുകൊണ്ട് കോട്ട സാരി, മറ്റുള്ള സാരീസ് പുതിയ പുതിയ കളർഫുൾ സാരീസൊക്കെ വരുമ്പം എന്തുകൊണ്ട് കോട്ട സാരിയിൽ പിടിച്ച് നിൽക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കെന്തോ കോട്ട സാരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ 10th സോഷ്യലിനാണല്ലോ ആദ്യം നമ്മൾ സാരി ഉടുക്കുന്നത്. അങ്ങനെ സാരി ഉടുത്തതും കോട്ട സാരി ആയിരുന്നു കേട്ടോ. പിന്നെ ലൂൽ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തൊരു വെൻഡറുണ്ട്. അപ്പം പുള്ളി ആളെ വെച്ച് ചെയ്യുന്ന എംബ്രോയ്ഡറി സാരീസാണ് ഞാൻ ആദ്യമായിട്ട് വിറ്റത് കേട്ടോ. പക്ഷെ അന്നൊന്നും എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട്, കൂട്ടി പറയാനൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ
എനിക്ക് വാങ്ങിക്കുന്ന അതേ പ്രൈസിന് അവർക്ക് അവിടുന്ന് വരുത്തി ഞാൻ കൊടുത്തുകൊണ്ടിരുന്നേ. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പം ഭയങ്കര മണ്ടത്തരമായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ അവരെ പിണക്കാൻ പറ്റത്തില്ല. ആ ഒരു ചിന്തയോടെയാണ് ഞാനന്ന് ബിസിനസ് ചെയ്തിരുന്നത്. എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ കോട്ട സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചേർച്ച് വെയർ ആയിട്ട് കൂട്ടാം. പിന്നെ കല്യാണങ്ങൾക്ക് ആ എംബ്രോയിഡറി ഏതാണോ ആ കളറിൽ മാല ബീഡ്സൊക്കെ ഉള്ള മാലയും കമ്മലും ഒക്കെ ഇട്ടാൽ കോൺട്രാസ്റ്റ് കളറിലും ഇടാം. അല്ല സാരിയുടെ കളറിൽ ഉള്ള മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളി സ്റ്റൈലായിരിക്കും കേട്ടോ. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് കോട്ട സാരി കുറച്ച് കൂടുതൽ ഇഷ്ടം. ഇതിൽ വരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും എനിക്ക് അവിടെയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുമില്ലെങ്കിലും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇപ്പം പള്ളിയിൽ പോകുന്നവർ അടുത്ത് താമസം ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ കളർ സാരീസ് ഇവിടെ തിരുവനന്തപുരം സൈഡല്ലേ, കളർ സാരീസ് വേണം എന്ന് പറഞ്ഞിട്ട് കളർ സാരീസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു.